കഴിഞ്ഞ 2 ദിവസമായി സഭാ തർക്കത്തിൽ ഓർത്തഡോക്സ് സഭയും യാക്കോബായ സഭയും ഒന്നിക്കണമെന്ന് രണ്ട് വിഭാഗത്തിലെയും വൈദികരും മേൽപ്പട്ടക്കാരും ഒക്കെ പറയുന്നു. അത് സാധ്യമാണോ? അങ്ങനെ ഇതുവരെയുള്ള എല്ലാ തർക്കങ്ങളും ഒരു നിമിഷം കൊണ്ട് മായ്ച്ചു കളഞ്ഞ് ക്ലീൻ സ്ലേറ്റ് ആകാൻ പറ്റുമോ? സോഷ്യൽ മീഡിയ തുറന്നാൽ ഇതേയുള്ളൂ കാണാനും കേൾക്കാനും. അതിലൊരു വിശ്വാസി പങ്കുവെച്ചിരിക്കുന്നത് പരിശുദ്ധ പത്രോസ് ലീഹായ്ക്കും തോമസ് ലീഹായ്ക്കും തമ്മിലില്ലാത്ത വേർതിരിവ് നമുക്ക് വേണോ സഹോദരങ്ങളെ എന്നാണ്. ഈ ചോദ്യം എല്ലാ കാലത്തും വളരെ പ്രസക്തം തന്നെയാണ്. മലങ്കരയിൽ ശാശ്വത സമാധാനം എന്നത് ദൈവനിശ്ചയം തന്നെയാണ്. ക്രിസ്തുവിനെ വരിച്ച മണവാട്ടിയാണ് സഭ. അത് രണ്ടായി പിളർന്നു പോകുന്നത് എത്രയോ കഷ്ടം. ക്രിസ്തുവിൽ ഏക ശരീരമായിട്ടാണ് സഭ വസിക്കേണ്ടത്. ഒരേ അപ്പത്തിന്റെ അംശികളല്ലേ നാം? എത്ര കാലം വെറുപ്പും വിദ്വേഷത്തോടെയും നാം ജീവിക്കും സഹോദരങ്ങളെ? ഇന്നിതാ സമാധാനത്തിന്റെ ആശംസ ഓർത്തഡോക്സ് സഭ കത്തോലിക്ക ബാവ പറഞ്ഞിരിക്കുകയാണ്. ശാശ്വതമായ സമാധാനമാണ് സഭ ആഗ്രഹിക്കുന്നത്. ഇനിയൊരു തലമുറ വ്യവഹാരത്തിൽ പോകരുത് എന്ന് സഭാ പിതാക്കന്മാർ ആഗ്രഹിക്കുന്നു. കർത്താവിനെ സ്നേഹിച്ച പരിചരിച്ച സ്ലീഹമാർക്ക് ഇല്ലാത്ത വിഘടനവാദം നമുക്കിടയിൽ എന്തിന്? കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച സ്ലീഹന്മാർ തമ്മിൽ ഇല്ലാത്ത ശത്രുത എന്തിനാ സഹോദരങ്ങളെ നമുക്കിടയിൽ? സ്ലീഹന്മാർ ഏറ്റുപറഞ്ഞ വിശ്വാസം ഒന്നല്ലേ സഹോദരങ്ങളെ? ഇതെല്ലാം അറിഞ്ഞിട്ടും നാം തമ്മിൽ ശത്രുത എന്തിന്? പരിശുദ്ധനായ പത്രോസ് ലീഹയും തോമസ് ലീഹയും തങ്ങളുടെ ജീവിതത്തിൽ കാട്ടിയ ക്രിസ്തീയ വിശ്വാസമല്ലേ നാമും നമ്മിലൂടെ പ്രചരിപ്പിക്കേണ്ടത്? സമാധാനത്തിന്റെ വഴി അറിയാതിരുന്നതിനാൽ കർത്താവ് ജെറുസലേമിനെ ഓർത്തു വിലപിച്ചു. ആയതിനാൽ ഇരുവിഭാഗങ്ങളിലെയും വിശ്വാസികൾ ഒന്നായി ഒരു സഭയായി രാജ്യനിയമങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്നതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. പരിശുദ്ധ പത്രയാക്കിസ് ബാവയുടെ മലങ്കര സന്ദർശനം സമാധാനത്തിന്റെ സഭ ഐക്യത്തിൻ്റെതായി തീരട്ടെ എന്ന് ആശംസിക്കുന്നുവെന്നും പറഞ്ഞാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. ഇതേപോലെ രണ്ട് വിഭാഗങ്ങളിലെയും പലരും കുറിപ്പുകൾ പങ്കുവെക്കുന്നുണ്ട്. ആരൊക്കെ എന്തെല്ലാം എവിടെയെല്ലാം പറഞ്ഞാലും യോജിക്കണമെങ്കിൽ ഇരുവിഭാഗങ്ങളിലെയും നേതൃത്വങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം. നിഷ്കളങ്ക മനസ്സോടെ പച്ചക്കൊടി കാട്ടണം. അല്ലാതെ പ്ലാറ്റ്ഫോമിൽ പ്രസംഗിച്ചത് കൊണ്ട് മാത്രം കാര്യമൊന്നും തന്നെയില്ല.